നമസ്കാരം. ന്യൂസ് തിയേറ്റർ ആരംഭിക്കുകയാണ്. പാകിസ്ഥാന്റെ മുൻ പ്രസിഡന്റും പട്ടാള മേധാവിയുമായിരുന്ന ജനറൽ പർവേസ് മുഷറഫ് അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകളാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം അങ്ങേയറ്റം വഷളായ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. പുൽവാമ ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇതിന് ഇന്ത്യ എങ്ങനെയാണ് തിരിച്ചടി നൽകുക എന്നതിനെക്കുറിച്ചാണ് ഗൗരവമായ ചർച്ചകൾ നടക്കുന്നത്. ഇതിനിടെയാണ് പാക് മുൻ പ്രസിഡന്റ് കൂടിയായ പട്ടാള മേധാവി കൂടിയായിരുന്ന ജനറൽ പർവേസ് മുഷറഫ് പറഞ്ഞത്. ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഇക്കാര്യത്തിൽ ഉടലെടുത്തു വന്നത്. ഇന്ത്യയെ ആണവായുധങ്ങൾ കൊണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ പാകിസ്ഥാനെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കി കളയാൻ ഇന്ത്യക്കാകും എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ആകത്തുക. ഒരു ബോംബ് കൊണ്ട് നമ്മൾ ഇന്ത്യയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ തിരിച്ച് 20ഓളം ആണവായുധങ്ങൾ കൊണ്ട് ഭൂപടത്തിൽ നിന്ന് തന്നെ പാകിസ്ഥാനെ ഇല്ലാതാക്കി കളയാൻ ഇന്ത്യക്കാകും എന്നാണ് ജനറൽ പർവേസ് മുഷറഫ് പറഞ്ഞത്. അതുകൊണ്ട് 50 ആണവായുധങ്ങൾ കയ്യിൽ വെച്ച് അവരെ നശിപ്പിക്കാൻ ശേഷിയുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ യുദ്ധത്തിന് പോവുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരുപക്ഷെ ലോകം മുഴുവൻ സമാധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മഞ്ഞുരുകണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പ്രസ്താവന ജനറൽ പർവേസ് മുഷറഫിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ അവസരത്തിൽ ഇത് പറഞ്ഞത് എന്നാണ് ലോകം ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം അത് പറഞ്ഞത് ലണ്ടനിലുള്ള മുഷറഫ് ഇപ്പോൾ യു എയിൽ ഒരു വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ ഒക്കെ വിശദമായി പറഞ്ഞത്. ഇത് പ്രധാനമായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രണ്ട് രാജ്യങ്ങളുടെയും ആണവശേഷിയെക്കുറിച്ചൊക്കെ ലോകം ചർച്ച ചെയ്യാൻ തരത്തിലേക്ക് കാരണമായി ഈ ഒരു പ്രസ്താവന എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ശക്തിയിൽ എങ്ങനെയാണ് നിൽക്കുന്നത്, ഇരു രാജ്യങ്ങളുടെയും സൈനിക ശേഷി എങ്ങനെയാണ്, പ്രഹരശേഷി എങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ഒരു ചർച്ചയിലെത്തി നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രസക്തമാകുന്നത്. മാത്രമല്ല, എന്തുകൊണ്ടാണ് ഈ അവസരത്തിൽ അദ്ദേഹം അത് ഇങ്ങനെ പറഞ്ഞത് എന്നതും ഗൗരവമായി ചിന്തിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും അതിൻ്റെ തുടർ സംഭവ വികാസങ്ങൾ കൂടിയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നത്. നോക്കാം എന്തൊക്കെയാണ് എന്ന്. അദ്ദേഹം പറഞ്ഞതിൻ്റെ പ്രധാന വാചകങ്ങൾ ഇതാണ്. പാകിസ്ഥാൻ ഒരു അണുബോംബ് ഇട്ടാൽ ഇന്ത്യ 20 എണ്ണം തിരിച്ച് പ്രയോഗിക്കും എന്നുള്ളതാണ്. ഒരു ആണവ യുദ്ധം ആരും ആഗ്രഹിക്കുന്നില്ല. സമാധാനത്തെക്കുറിച്ച് തന്നെയാണ് ലോകം മുഴുവൻ ആവർത്തിച്ച് ചിന്തിക്കുന്നത്, ആവർത്തിച്ച് ചർച്ച ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ലോകരാജ്യങ്ങൾ കൂടി അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഫ്രാൻസ് ഇന്ത്യക്ക് ആവർത്തിച്ച് പിന്തുണ ഇക്കാര്യത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പുൽവാമ ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ട് അത് മസൂദ് അസറിനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തുന്നതിൻ്റെ കൂടുതൽ പിന്തുണ നൽകും എന്നുള്ളതാണ്. നേരത്തെ അവരുടെ വിദേശകാര്യമന്ത്രി ഈ പിന്തുണ ഇന്ത്യക്ക് അറിയിച്ചിരുന്നതുമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം എന്താണ് എന്ന്. നോക്കൂ, ഇന്ത്യയുടെ അണുബോംബുകൾ പാകിസ്ഥാനെ തകർക്കാൻ കഴിയുന്നതാണ്. അത് ഏതൊക്കെ മേഖലകളിലാണ് എന്നതുകൂടി അദ്ദേഹം വിശദമായി പറയുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യക്ക് നേരെ 50 ബോംബിടാൻ പാകിസ്ഥാന് കഴിയുമെങ്കിൽ മാത്രം പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ തയ്യാറാവുക എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞത് വെറും ഒരു ഭരണാധികാരിയല്ല, അവരുടെ മുൻ പട്ടാള മേധാവി കൂടിയായിരുന്നു. ഇന്ത്യ പാക് ബന്ധം വഷളായത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. ഇത് ഈ മേഖലയെ സംഘർഷാവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ആണവ യുദ്ധം ഉണ്ടാകില്ല എന്ന് അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ബോംബ് ഇട്ടാൽ 20 ബോംബ് തിരിച്ചിടാൻ ഉള്ള പ്രഹരശേഷി ഇന്ത്യക്കുണ്ട് എന്നാണ് സൈനിക ശേഷിയെക്കുറിച്ച് ബോധ്യമുള്ള അവരുടെ മുൻ പട്ടാള മേധാവി കൂടിയായ പർവേസ് മുഷറഫ് പറഞ്ഞത്. ഇനി നമുക്ക് ഈ അതായത് അണ്വായുധങ്ങളെക്കുറിച്ച്, ആണവ പ്രഹരശേഷിയെക്കുറിച്ച് ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ലോകത്ത് ഇത് ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരമുള്ളത് ആരുടെ കയ്യിലാണ് എന്നതടക്കമുള്ള കണക്കുകളിലേക്ക് കൂടി പോകാം. ലോകത്ത് ആകെ ആണവായുധങ്ങൾ നോക്കൂ, 14,935 ആയുധങ്ങളാണുള്ളത്. ഇതിൽ പ്രധാനമായും റഷ്യ, ചൈന, അമേരിക്ക, US ഈ 4 രാജ്യങ്ങൾ, ഒപ്പം ഇന്ത്യ, പാകിസ്ഥാൻ ഇവയാണ് പരിഗണിക്കുന്നത്. കൂടുതലും റഷ്യയുടെ പക്കലാണ്. അതായത് ഈ ആയുധങ്ങളിൽ 95% ഉള്ളത് റഷ്യയിലാണ്. രണ്ടാമതുള്ളത് അമേരിക്കയിലാണ് ഈ കണക്കുകൾ പ്രകാരം. അതായത് സ്റ്റോക്ക്ഹോം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയുടെ പക്കലാണ് ഇക്കാര്യത്തിലുള്ള കണക്കുകളുള്ളത്. പക്ഷേ അവരെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു കൃത്യമായ കണക്കുകൾ ഇല്ലതാനും. ഒരു ലഭ്യമാകുന്ന വിവരങ്ങൾ വെച്ച് തയ്യാറാക്കിയ കണക്കാണ് ഇത്. ഒരു രാജ്യവും അവരുടെ ആഭ്യന്തര സുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടാത്തത് കൊണ്ട് തന്നെ എത്രത്തോളം പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ് ഓരോ രാജ്യങ്ങളുടെയും കയ്യിലുള്ളത് എന്നത് സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ഒരു ഉത്തരം പറയാൻ സാധ്യമല്ല. എങ്കിലും ലഭ്യമായ വിവരങ്ങൾ വെച്ച് തയ്യാറാക്കിയ ഈ കണക്കാണ് അവർ പറയുന്നത്. ലോകത്ത് ആക്രമണ സജ്ജമായ ആണവായുധങ്ങൾ 3750 എന്നാണ് പറയപ്പെടുന്നത്. അതും ഈ പറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇവ ഉള്ളത്. അപ്പോൾ നോക്കൂ, ഇനി ഏതൊക്കെ രാജ്യങ്ങളാണ് പ്രധാനമായും ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത്, പ്രഹരശേഷിയിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് മുന്നിലുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോക്ക്ഹോം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയുടെ കണക്കാണ് ഇതിൽ
ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ നിർമ്മിക്കുകയും അത് കച്ചവടം ചെയ്യുകയും ചെയ്യുന്നത് റഷ്യയാണ് എന്നാണ് ഈ സംഘടന പറയുന്നത്. സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നൊരു സംഘടന കൂടിയാണ്. ഇതിൽ സൈനിക ശേഷി തമ്മിൽ പ്രധാനമായും താരതമ്യം ചെയ്യുമ്പോൾ ഉള്ള കണക്കുകൾ, മറ്റ് വിവരങ്ങൾ കൂടി നമുക്ക് നോക്കാം ഇപ്പോൾ. അതായത് ഈ പ്രഹരശേഷിയിൽ, ആയുധങ്ങളുടെ തന്നെ പ്രഹരശേഷിയിൽ ഒരു കണക്ക് നമുക്ക് ഏകദേശം നോക്കിയാൽ 136 രാജ്യങ്ങളെയാണ് പ്രധാനമായും ഇത് പരിഗണിക്കുന്നത്. ഇതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് US ആണ്, രണ്ടാം സ്ഥാനത്ത് റഷ്യ ആണുള്ളത്, നാലാം സ്ഥാനത്താണ് ഇന്ത്യയുടെ കണക്ക്. ലോകത്ത് സൈനിക ശേഷിയിൽ തന്നെ ഏറ്റവും വലിയ സേനയായി പരിഗണിക്കുന്നത് നാലാം സ്ഥാനത്തുള്ള ഇന്ത്യയാണ് പരിഗണിക്കുന്നത്. ഈ 136 രാജ്യങ്ങളിൽ 17ാം സ്ഥാനത്താണ് പാകിസ്ഥാൻ വരുന്നത്. ഈ പുതിയ പട്ടിക പ്രകാരം, പുതിയ കണക്ക് പ്രകാരമാണ് ഇവ ഉദ്ധരിച്ചുകൊണ്ട് ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് ഒരു യുദ്ധമുണ്ടായാൽ വിജയസാധ്യത ആർക്കാണ് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയൊക്കെ ഉയർന്നിരുന്നു. ആ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ ലോകം ഇതിനെക്കുറിച്ച് കൂടുതൽ ആവർത്തിച്ച് പറയുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻ പട്ടാള മേധാവി കൂടിയായ ജനറൽ പർവേസ് മുഷറഫ് പറഞ്ഞത്, ആണവായുധങ്ങളെ സംബന്ധിച്ചുള്ളൊരു കണക്ക് സഹിതം അദ്ദേഹം പറഞ്ഞത്, ഒരു യുദ്ധം ഉണ്ടായാൽ ആർക്കാണ് അതിൻ്റെ സാധ്യത എന്നതിനെക്കുറിച്ച്, വിജയ സാധ്യത കൂടുതൽ ആർക്കാണ് എന്നതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതാണ് ആവർത്തിച്ച് ചർച്ച ചെയ്യുന്നത്. നോക്കൂ, ഒരു സാധാരണ ഭരണാധികാരി അല്ല എന്നതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത്. ആ രാജ്യത്തിൻ്റെ ശേഷിയെക്കുറിച്ച്, പ്രഹരശേഷിയെക്കുറിച്ച്, ആയുധങ്ങളെക്കുറിച്ച് ഒക്കെ നന്നായി അറിയാവുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നതുകൊണ്ട് കൂടിയാണ് ഈ വാക്കുകൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. നോക്കാം, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആയുധങ്ങളുടെയും മറ്റ് യുദ്ധസന്നാഹങ്ങളുടെയും ഒരു കണക്കുകൾ കൂടി നമുക്ക് ഈ ഘട്ടത്തിലൊന്ന് പരിശോധിച്ച് നോക്കാം. ഇന്ത്യ, പാകിസ്ഥാൻ. ഇന്ത്യയുടെ പക്കലുള്ള ആണവായുധങ്ങൾ 130 മുതൽ 140ഓളമാണ്. പാകിസ്ഥാൻ 140 to 150. അതായത് കൂടുതൽ ആയുധങ്ങൾ പാകിസ്ഥാനാണ് എങ്കിൽ പോലും പ്രഹരശേഷിയിൽ മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യയുടേതാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് ഗുണത്തിൽ മുന്നിൽ ഉള്ളത് ഇന്ത്യയാണ്, എണ്ണത്തിൽ പാകിസ്ഥാനാണ് മുന്നിലുള്ളത്. ഈ കണക്കുകൾ വരുന്നത് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളെ തുടർന്നുണ്ടായ ചർച്ചയെ തുടർന്നാണ്. ഇന്ത്യയുടെ മികച്ച മിസൈൽ അഗ്നി 5 ആണ്. കരുത്തുറ്റ ആണവ മിസൈൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന പാകിസ്ഥാൻ്റേത് ഷഹീൻ 3 ആണ്. അതായത് ഇന്ത്യയുടെ മികച്ച മിസൈൽ അഗ്നി 5. ഈ കാറ്റഗറിയിൽ അഗ്നി 1, 2, 3, 4, 5 അതിലേറ്റവും പുതിയ മിസൈലാണ് അഗ്നി 5. 2018, അതായത് കഴിഞ്ഞ വർഷം ഒഡീഷയിലാണ് ഇത് പരീക്ഷണ അടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിച്ചത്, വിജയിച്ചത്. അത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തെ സംബന്ധിച്ച് വലിയ നേട്ടവുമായിരുന്നു. ദൂരപരിധി 50,000 കിലോമീറ്ററാണ്. എന്നാൽ അതേ സമയത്ത് പാകിസ്ഥാൻ്റെ ഷഹീൻ 5000 കിലോമീറ്ററാണ്. അതേ സമയത്ത് പാകിസ്ഥാൻ്റെ ഷഹീൻ 3, അത് ഷഹീൻ 1, 2, 3 ആ മൂന്നാമത്തെ കാറ്റഗറിയിലുള്ളതാണ്. ഷഹീൻ എന്ന അവരുടെ ആണവ വാഹിനിയായ മിസൈലാണ്. അതിൽ 2750 കിലോമീറ്ററാണ് അതിൻ്റെ ദൂരപരിധി. ഇനി മറ്റു സാഹചര്യങ്ങൾ കൂടി നോക്കാം. ലോകത്ത് ഏറ്റവും കൂടുതൽ, അതായത് ഈ 4 രാജ്യങ്ങളെ പരിഗണിക്കുമ്പോൾ പർച്ചേസിംഗ് പവർ, വാങ്ങൽ ശേഷിയുള്ള രാജ്യങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് സൈനിക ബജറ്റ് നോക്കുമ്പോൾ $6000 കോടി ഇന്ത്യക്കാണ് സൈനിക ബജറ്റ്. എന്നാൽ അത്രത്തോളം പാകിസ്ഥാന് ഇല്ല എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതായത് അവിടെയും കടലാസിൽ അല്ലെങ്കിൽ അതിനും അപ്പുറത്ത് ഒരു മേൽക്കൈയാണ് ഈ വിദഗ്ധർ ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് കൽപ്പിച്ചു നൽകുന്നത്. ഗ്ലോബൽ ഫയർ പവർ റാങ്കിങ്ങിൽ 4ാം സ്ഥാനത്താണ്. അതായത് ഗ്ലോബൽ ഫയർ പവർ റാങ്കിങ് എന്ന ഒരു റാങ്കിംഗ് ഉണ്ട്, ഒരു ശ്രേണിയുണ്ട്. ഇതിൽ 136 രാജ്യങ്ങളാണ് വരുന്നത്. ഇതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് അമേരിക്കയാണ്. ഏറ്റവും അവസ്ഥാനത്ത് 136ാം സ്ഥാനത്ത് നിൽക്കുന്നത് കംബോഡിയയാണ്. ഈ ലിസ്റ്റ് പ്രകാരം 4ാം സ്ഥാനത്താണ് സൈനിക ശക്തിയിൽ ഇന്ത്യ വരുന്നത്. എന്നാൽ ഇതേ സ്ഥാനത്ത് പാകിസ്ഥാൻ വരുന്നത് 17ാം സ്ഥാനത്താണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അടുത്ത് നോക്കാം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരസേനയുടെ ഒരു താരതമ്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ നോക്കുന്നത്. സൈനിക ശക്തി 42 ലക്ഷത്തിൽ അധികമാണ്. ഇത് എല്ലാ സേനകളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ 42 ലക്ഷത്തിലധികം എന്നുള്ളത്. പാരാമിലിറ്ററി അടക്കമാണ് ഇതിൽ വരുന്നത്. കരസേന സൈനിക ശക്തി 10 ലക്ഷത്തോളമാണ് പാകിസ്ഥാൻ്റെ സൈനിക ശക്തി വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഘട്ടം കൂടി നോക്കാം. സുസജ്ജരായവർ 13 ലക്ഷത്തിലധികമാണ്. അതായത് 40 ലക്ഷത്തോളം സേന ഉണ്ട് എങ്കിലും വാർഫ്രണ്ടിൽ ഏത് നിമിഷവും യുദ്ധം ചെയ്യാൻ സന്നദ്ധരായുള്ളവർ ഈ 13 ലക്ഷത്തിലധികം, ഏകദേശം 14 ലക്ഷത്തോളം പേർ ആണ് എന്നുള്ളതാണ്. എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് നോക്കൂ, 6,37,000 മാത്രമാണ് അവരുടെ കണക്ക്, അല്ലെങ്കിൽ യുദ്ധസന്നദ്ധരായി സുസജ്ജരായി യുദ്ധരംഗത്ത് ഏതു നിമിഷവും ഉള്ളത് എന്നാണ് ഈ കണക്കുകൾ പറയുന്നത്, ഈ റാങ്കിംഗ് പ്രകാരം പറയുന്നത്. മറ്റൊന്ന് പാറ്റൺ ടാങ്കുകളാണ്. പാറ്റൺ ടാങ്കുകൾ ഇന്ത്യയെ സംബന്ധിച്ച് 4426 പാറ്റൺ ടാങ്കുകൾ ഉള്ളപ്പോൾ
പാക് കരസേനയെ സംബന്ധിച്ച് 2182 പാറ്റൻ ടാങ്കുകൾ മാത്രമാണ് അവർക്കുള്ളത് എന്നും ഈ കണക്കുകൾ പറയുന്നുണ്ട്. നോക്കാം അടുത്തത്. സായുധ കവചിത വാഹനങ്ങൾ 3147 അത് പാകിസ്ഥാനെ സംബന്ധിച്ച് 2604 പാറ്റൻ കവചിത വാഹനങ്ങൾ മാത്രമാണ് യുദ്ധമുഖത്ത് ഉള്ളത് എന്നും ഈ രേഖകൾ പറയുന്നുണ്ട്. നോക്കാം അടുത്തത്. റോക്കറ്റ് ലോഞ്ചർ 256 ഇന്ത്യക്കുള്ളത്. പാക് കരസേനയ്ക്കുള്ള റോക്കറ്റ് ലോഞ്ചറുകൾ 144 മാത്രമാണ്. നോക്കാം അടുത്തത്. സൈനിക വിമാനങ്ങൾ 2185 വ്യോമസേനയുടെ ശക്തിയാണത്. പാകിസ്ഥാനെ സംബന്ധിച്ച് 1281 എല്ലാ സൈനിക വിമാനങ്ങളിലും ഈ കണക്കിൽ പെടുന്നുണ്ട്. മറ്റുള്ളവ കൂടി നമുക്ക് നോക്കാം. ഏതൊക്കെ കാറ്റഗറിയിലാണ്? ഹെലികോപ്റ്റർ എത്ര, ജെറ്റ് വിമാനങ്ങൾ എത്ര എന്നുള്ളത്. ഫൈറ്റർ വിമാനങ്ങൾ ഏകദേശം 590 ഫൈറ്റർ വിമാനങ്ങളാണ് വ്യോമസേനയ്ക്ക് മാത്രമുള്ളത്. പാക് വ്യോമസേനയ്ക്കുള്ള ഫൈറ്റർ വിമാനങ്ങൾ 320. അതായത് അന്തരീക്ഷത്തിൽ നിന്ന് ആകാശത്തിൽ നിന്ന് നേർക്കുനേർ യുദ്ധം ചെയ്യാൻ സാധിക്കുന്ന വിമാനങ്ങളെയാണ് ഫൈറ്റർ വിമാനങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുന്നത്. അടുത്ത വിമാനങ്ങൾ ഏതാണ് എന്ന് നോക്കാം നമുക്ക്. ബോംബർ വിമാനങ്ങളാണ്. അത് 804 ബോംബർ വിമാനങ്ങൾ ഇന്ത്യക്ക് ഉള്ളത്. പാക് വ്യോമസേനയ്ക്കുള്ള ബോംബർ വിമാനങ്ങൾ 410. അതായത് ബോംബ് വർഷിക്കാൻ വേണ്ടി മാത്രമായി ഉപയോഗിക്കുന്ന വിമാനങ്ങളാണ് ഈ കാറ്റഗറിയിൽ പെടുന്നത്, ഈ ശ്രേണിയിൽ പെടുന്നത്. അടുത്ത നമുക്ക് നോക്കാം. ഹെലികോപ്റ്ററുകൾ എത്രത്തോളമാണുള്ളത് യുദ്ധ സജ്ജമായുള്ളത് എന്ന്. ഹെലികോപ്റ്ററുകൾ 720 ഹെലികോപ്റ്ററുകളാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ളത്. പാകിസ്ഥാന് 328 ഹെലികോപ്റ്ററുകളാണുള്ളത്. നോക്കാം അടുത്തത്. വ്യോമസേനയുടെ ആക്രമണ കോപ്റ്ററുകൾ 15. പാക് വ്യോമസേനയുടെ ആക്രമണ കോപ്റ്ററുകൾ 49 ഈ താരതമ്യത്തിൽ വരുന്നത്. ഇനിയുള്ളത് നാവികസേന വിമാനവാഹിനി കപ്പലാണ്. അത് പാകിസ്ഥാനെ സംബന്ധിച്ച് വിമാനവാഹിനി കപ്പൽ ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ കൊച്ചി കടൽ തീരത്ത് നിന്ന് INS വിക്രാന്ത് ഈ അടുത്ത സമയത്താണ് തീരം വിട്ടു പോയത്. അറ്റകുറ്റപ്പണി കഴിഞ്ഞതിന് ശേഷം 3 വിമാനവാഹിനി കപ്പലുകളാണ് ഇന്ത്യക്ക് ഉള്ളത് എങ്കിലും അതിൽ ഒന്ന് മാത്രമാണ് പൂർണ്ണ സജ്ജമായി ഇപ്പോഴും ഉള്ളത്. നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ ഇന്ത്യയെ സംബന്ധിച്ച് 14 യുദ്ധക്കപ്പലുകളാണ് ഉള്ളത്. പാകിസ്ഥാനി യുദ്ധക്കപ്പലുകൾ 10 യുദ്ധക്കപ്പലുകൾ മാത്രം എന്നും ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്, ഈ കണക്കുകൾ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം അടുത്തത്. നശീകരണ കപ്പലുകൾ, ഡിസ്ട്രോയേഴ്സ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഒരു പ്ലീറ്റാണ്. ഇത്ര കപ്പൽ വ്യൂഹങ്ങൾ അടങ്ങുന്ന ഒരു നാവിക പടയാണ് കടലിൽ. അതിനെ ഓരോ വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ നശീകരണ കപ്പലുകൾ ഇന്ത്യക്ക് 11 എണ്ണമുണ്ട്. നാവികസേന പാകിസ്ഥാനെ സംബന്ധിച്ച് ഒന്നുമില്ല, 0 എന്നാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത്. ഒരുപക്ഷെ ഇത് ഒരു കൃത്യമായ കണക്കല്ല എങ്കിൽ പോലും ഏറെക്കുറെ ഇതിനോട് അടുത്തു നിൽക്കുന്ന കണക്കുകൾ എന്നാണ് വിദഗ്ധർ വിലയിരുത്തുകയും ചെയ്യുന്നത്. നോക്കാം ഇനി എന്താണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ശേഷിയിൽ ഇരു രാജ്യങ്ങളുടെയും ശക്തി ദൗർബല്യങ്ങൾ എന്നതുകൂടി ഒന്ന് നോക്കാം. അന്തർവാഹിനി 16 ഇന്ത്യക്കുള്ളത്. പാകിസ്ഥാനെ സംബന്ധിച്ച് 5 അന്തർവാഹിനിയാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് ഇരു രാജ്യങ്ങൾ തമ്മിൽ. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത് ഒരു മേൽക്കൈ എപ്പോഴും അവകാശപ്പെടാൻ സാധിക്കുന്നത് ഇന്ത്യക്കാണ് എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നത്. അവിടെയാണ് ഈ ബോധ്യം കൃത്യമായി ഉള്ളതുകൊണ്ടാണ് ഒരുപക്ഷെ വലിയ പ്രഹരം ഇന്ത്യയിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരും തങ്ങൾക്ക് എന്ന് പാകിസ്ഥാന്റെ മുൻ പട്ടാള മേധാവി കൂടിയായ പർവേസ് മുഷറഫ് പറഞ്ഞത്. അതുകൊണ്ടുകൂടിയാണ് ഇത് വീണ്ടും ചർച്ചയാകുന്നത്.